റിനു, ശരി, നമുക്ക് മധ്യകേരളത്തിൽ നിന്ന് നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. അതായത് റിനുവിന് നല്ല തിരക്കുള്ള ഒരു ദിവസമാണെന്ന് കൂടെ ഞാൻ ഊഹിക്കുകയാണ്. വാർത്തകളിലേക്ക് പോകാം. തീർച്ചയായും ജിൽസി, മധ്യകേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ്. സ്റ്റാർ ക്യാമ്പയിനുകളുടെ ഒരു കേന്ദ്രമായി എറണാകുളം ജില്ല ഒപ്പം മധ്യകേരളം മാറുന്നു. നമുക്കറിയാം, ഇന്നലെ പ്രിയങ്ക ഗാന്ധി ആദ്യമായി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പോര് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എറണാകുളം അതുപോലെ തന്നെ ചാലക്കുടി മണ്ഡലങ്ങളാണ് പ്രധാനമായും ഈ എറണാകുളം ജില്ലയിൽ ഉള്ളത്. തൊട്ടടുത്ത് ഇടുക്കി, കോട്ടയം, തൃശ്ശൂർ മണ്ഡലങ്ങളും ഇവിടെയെല്ലാം തന്നെ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ്. ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് NDAയുടെയും അതുപോലെ തന്നെ CPMന്റെയും ഒക്കെ തന്നെ സ്റ്റാർ ക്യാമ്പയിനിങ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞെങ്കിൽ പോലും ഇന്ന് ഇപ്പോൾ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇവിടേക്ക് എത്തുന്നുണ്ട്. NDAയുടെ ഒരു ക്യാമ്പയിന് വേണ്ടി തൃപ്പൂണിത്തുറയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്ത. അതുപോലെ തന്നെ കോട്ടയത്ത് MV ഗോവിന്ദൻ മാഷ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് പദയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകൾ മധ്യകേരളത്തിൽ നിന്ന് ഉള്ളത്. മറ്റൊന്ന് വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിൽ പോലും രാവിലെ 10 മണിക്ക് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 14ാമത്തെ വാട്ടർ ബോട്ട് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി കൂടിയാണ് വാട്ടർ മെട്രോ. ഇത് മറ്റൊരു സ്ഥലത്തേക്ക് കൂടി, അതായത് ഒരു സ്റ്റേഷൻ കൂടി വരുമ്പോൾ കൊച്ചിക്കാർക്ക് അത്യധികം സന്തോഷമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഫോർട്ട് കൊച്ചി വലിയൊരു ടൂറിസം മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഈ വാട്ടർ മെട്രോ കടന്നു ചെല്ലുമ്പോൾ അത് നിരവധി പേർക്ക് പ്രയോജനപ്പെടുകയും കൊച്ചിയുടെ തന്നെ വികസനത്തിനൊരു കുതിപ്പ് നൽകുകയും ചെയ്യും. 40 രൂപയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ടിക്കറ്റ് നിരക്ക്. 20-30 മിനിറ്റിനിടയിൽ ബോട്ടുകൾ സർവീസ് നടത്തും എന്നുള്ളതും ഇവർ അറിയിച്ചിട്ടുണ്ട്. വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ലാതെ 10 മണിക്ക് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഈ വാട്ടർ മെട്രോ ഈ ബോട്ട് യാത്ര ആരംഭിക്കും. ഈ കൊച്ചിൻ പോർട്ട് ഈ ബോട്ട് കഴിഞ്ഞ ദിവസം തന്നെ വാട്ടർ മെട്രോയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. ജിൽസി.